എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്ന് ഇംഗ്ലീഷാണ്. കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഡിഗ്രീസ് നോക്കാം. അഡ്ജക്റ്റീവിന് 3 തരം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുകൾ ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഡിഗ്രി, 2 കമ്പാരിറ്റീവ് ഡിഗ്രി, 3 സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ അതിൻ്റെ അതെന്ത് നോക്കാം. പോസിറ്റീവ് ഡിഗ്രിയുടെ ഒരു ഉദാഹരണം നോക്കാം. രാജു ഈസ് ക്ലവർ. ഇതിലെ ക്ലവർ എന്നതാണ് പോസിറ്റീവ് ഡിഗ്രിയെ സൂചിപ്പിക്കുന്നത്. അടുത്ത എക്സാമ്പിളിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഒരു എക്സാമ്പിൾ നോക്കാം. റാണി ഈസ് ക്ലവറർ ദാൻ കിരൺ. ഇതിലെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് ക്ലവറർ എന്നാണ്. റാണിയേക്കാൾ ക്ലവറാണ് കിരൺ എന്നുള്ള, അതാണ് ക്ലവറർ, ഇതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. അടുത്ത സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ എക്സാമ്പിൾ നോക്കാം. റാണി ഈസ് ദ ക്ലവറസ്റ്റ് ഓഫ് ഓൾ. അതിലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ക്ലവറസ്റ്റ് ആണ്. അടുത്തത് ലിസ്റ്റ് ഓഫ് അഡ്ജക്റ്റീവ്സ് നോക്കാം. ഒരു സിലബിൾ പദമെങ്കിൽ സാധാരണയായി കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ERഉം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ESറ്റും വരുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, അതിൻ്റെ ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബോൾഡ്, അതിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ബോൾഡ്. കമ്പാരിറ്റീവ് വരുമ്പം ബോൾഡർ, ER ഉപയോഗിക്കുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ER, ബോൾഡർ. സൂപ്പർലേറ്റീവിൽ ബോൾഡസ്റ്റ്, EST ഫോമാണ് ഉപയോഗിക്കുന്നത് സൂപ്പർലേറ്റീവിൽ. ആദ്യമായിട്ട് ഓർക്കേണ്ടത് കമ്പാരിറ്റീവിൽ ERഉം സൂപ്പർലേറ്റീവിൽ ESറ്റുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് ഫാറ്റ്, കമ്പാരിറ്റീവിൽ വരുമ്പോൾ ഫാറ്റർ, സൂപ്പർലേറ്റീവിൽ ഫാറ്റസ്റ്റ്. ലാർജ്, കമ്പാരിറ്റീവിൽ വരുമ്പോൾ ലാർജർ, സൂപ്പർലേറ്റീവിൽ ലാർജസ്റ്റ്. മാഡ്, കമ്പാരിറ്റീവിൽ മാഡർ, സൂപ്പർലേറ്റീവിൽ മാഡസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. തിൻ, തിന്നർ, തിന്നസ്റ്റ്. ലവ്ലി, ലവ്ലിയർ, ലവ്ലിയസ്റ്റ്. ഏബിൾ, ഏബിളർ, ഏബിൾസ്റ്റ്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 അതിലധികമോ സിലബിളുള്ള അഡ്ജക്റ്റീവ് എങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ മോറും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മോസ്റ്റും സാധാരണയായി ചേർക്കുന്നു. അപ്പോൾ അത് നോക്കാം. ബ്യൂട്ടിഫുൾ, അതിൽ കമ്പാരിറ്റീവിൽ വരുമ്പോൾ മോർ ബ്യൂട്ടിഫുൾ, സൂപ്പർലേറ്റീവ് വരുമ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. സർപ്രൈസിങ്, മോർ സർപ്രൈസിങ്, മോസ്റ്റ് സർപ്രൈസിങ്. ഫേമസ്, മോർ ഫേമസ്, മോസ്റ്റ് ഫേമസ്. ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. കെയർലെസ്, മോർ കെയർലെസ്, മോസ്റ്റ് കെയർലെസ്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത് കുറച്ച് ഇറഗുലർ കമ്പാരിസൺ നോക്കാം. അതിൽ ഇറഗുലർ കമ്പാരിസൺ എന്ന് പറയുന്നത് ബാഡ് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഈവിൽ, അതിൽ വോഴ്സ് വോസ്റ്റ് വരും. മച്ച് അല്ലെങ്കിൽ മെനി, അത് കമ്പാരിറ്റീവ് വരുമ്പോൾ മോറ്, സൂപ്പർലേറ്റീവിൽ മോസ്റ്റ്. വെൽ വരുമ്പോൾ ബെറ്റർ, ബെസ്റ്റ്. ഓൾഡ്, ഓൾഡർ അല്ലെങ്കിൽ എൽഡർ, ഓൾഡസ്റ്റ് അല്ലെങ്കിൽ എൽഡസ്റ്റ്. ലിറ്റിൽ, ലെസ്, ലെസ്സർ, സൂപ്പർലേറ്റീവിൽ ലീസ്റ്റ്. അടുത്തത് പോസിറ്റീവ് ഡിഗ്രി, ഒരു കാര്യത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ 2 കാര്യങ്ങൾ തമ്മിൽ തുല്യ ഗുണം പറയുന്നതിനാണ് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഉദാഹരണം കുറിച്ച് നോക്കാം. ഹി ഈസ് ക്ലവർ. ഇതിൽ ക്ലവർ എന്നതാണ് പോസിറ്റീവ് ഡിഗ്രി. ഒരു കാര്യത്തിൻ്റെ ഹി ഈസ് ക്ലവർ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു കാര്യത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ 2 കാര്യങ്ങൾ തമ്മിലുള്ള തുല്യ ഗുണം പറയുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലവർ എന്നുള്ള വാക്കാണ് പോസിറ്റീവ് ഡിഗ്രി. അടുത്തത് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ, ദ റെയിൻ മെയ്ഡ് ഹിം വെറ്റ്. ഇതിൽ വെറ്റ് എന്നുള്ള വാക്കാണ് പോസിറ്റീവ് ഡിഗ്രി. അടുത്തത് ഇറ്റ് ഈസ് എ ബിഗ് ടേബിൾ. ഇതിൽ ബിഗ് എന്നുള്ളതാണ് പോസിറ്റീവ് ഡിഗ്രി.
ഹി ഈസ് ആസ് ഷോർട്ട് ആസ് ഹിസ് ബ്രദർ. ഇതെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള തുല്യ ഗുണം പറയുന്നതാണ്. ഹി ഈസ് ആസ് ഷോർട്ട് ആസ് ഹിസ് ബ്രദർ. ഇതിലെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ആസ് ഷോർട്ട് ആസ്. അടുത്തത് ദേ ആർ സോ കൈൻഡ് ആസ് ദെയർ റിലേറ്റീവ്സ്. ഇതിലെ പോസിറ്റീവ് ഡിഗ്രി സോ കൈൻഡ് ആസ്. ഷീ ഈസ് നോട്ട് ആസ് ഷോർട്ട് ആസ് ഹർ ബ്രദർ. ഇത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള തുല്യ ഗുണമാണ്. അതിലും ആസ് ഷോർട്ട് ആസ് ആണ് പോസിറ്റീവ് ഡിഗ്രി. ഹാരി ഈസ് നോട്ട് ആസ് ഫാറ്റ് ആസ് ഹിസ് മദർ. ഇതിൽ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ആസ് ഫാറ്റ് ആസ് എന്നുള്ളതാണ് പോസിറ്റീവ് ഡിഗ്രി. അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കാം. രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള താരതമ്യം ഇതിലെ പ്രധാന ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. അതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ, അതാണ്. എനി അതർ കഴിഞ്ഞാൽ സിംഗുലർ നൗണും മോസ്റ്റ് അതർ കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും ഉപയോഗിക്കുന്നു. അത് ഓർത്താൽ മതി. എനി അതർ കഴിഞ്ഞാൽ സിംഗുലർ നൗണും മോസ്റ്റ് അതർ കഴിഞ്ഞാൽ പ്ലൂറൽ നൗണും വരുന്നു. അല്ലെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ ഉപയോഗിക്കുന്നു. അത് നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് ഷോർട്ടർ ദാൻ ഹിസ് ബ്രദർ. അതിൽ ഷോർട്ടർ ദാൻ ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ ചേർക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഷോർട്ടർ ദാൻ ഉപയോഗിച്ചു. രണ്ടാമത്തെ നോക്കാം. നോട്ട് പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഹി ഈസ് നോട്ട് വന്നു. ടോളർ ദാൻ ഹിസ് ഫാദർ. നോട്ട് പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഹി ഈസ് നോട്ട് എന്ന് പറയുന്നത് നോട്ട് വന്നു, പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ടോളർ ദാൻ. അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നത്. ടോളർ ദാൻ ഹിസ് ഫാദർ പ്ലസ് ദാൻ എന്നുള്ള വാക്കും വന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട് പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ, അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ ഘടന. അടുത്തത് നോക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ പ്ലസ് എനി അതർ. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ പ്ലസ് എനി അതർ. എക്സാമ്പിൾ, ഹി ഈസ് ബ്രേവർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് വരുമ്പോൾ ഹി ഈസ് ബ്രേവർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി. ബ്രേവർ ദാൻ വന്നു, പ്ലസ് എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഈ താരതമ്യപ്പെടുത്തലുകളെല്ലാം വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. അടുത്തത് നോക്കാം. അതിൻ്റെ അടുത്ത ഘടന കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ പ്ലസ് മോസ്റ്റ് അതർ എന്ന് വരും. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ ഈസ് ക്ലെവർ ദാൻ മോസ്റ്റ് അതർ ഗേൾസ് ഇൻ ദ ക്ലാസ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ക്ലെവർ പ്ലസ് ദാൻ വന്നു, മോസ്റ്റ് അതർ ഗേൾസ് ഇൻ ദ ക്ലാസ്. അടുത്തത് എന്ന് പറയുന്നത് ദ കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ഓഫ് പ്ലസ് ടു. അതായത് സാധാരണ കമ്പാരിറ്റീവ് ഡിഗ്രികൾക്ക് പിന്നിൽ ദ വരാറില്ല, പക്ഷേ ബാക്കി ഘടനയിൽ ഓഫ് പ്ലസ് ടു വന്നാൽ ദ ചേർക്കുന്നു. അത് ഉദാഹരണം നമുക്ക് നോക്കാം. ഹി ഈസ് ദ ബെറ്റർ ഓഫ് ഹിസ് ടു ബ്രദേഴ്സ്. അതിൽ ദ ബെറ്റർ ഓഫ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ കമ്പാരിറ്റീവ് ഡിഗ്രികൾക്ക് പിന്നിൽ ഉപയോഗിക്കുന്നത്. ഹി ഈസ് ദ ബെറ്റർ ഓഫ് ഹിസ് ടു ബ്രദേഴ്സ്. കമ്പാരിറ്റീവ് ഡിഗ്രി പ്ലസ് ഓഫ് പ്ലസ് ടു എന്ന് പറഞ്ഞില്ലേ, അതാണ് ദ ബെറ്റർ ഓഫ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓഫ് മൈ ടു ഡോട്ടേഴ്സ് കമല ഈസ് ദ എൽഡർ. ഓഫ് ടു അല്ല കമല ദ എൽഡർ. ഇതൊക്കെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ. ഡബിൾ കമ്പാരിറ്റീവ്സ് നോക്കാം. അതിന് ഡബിൾ കമ്പാരിറ്റീവ് ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന ഘടനയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഡബിൾ പേരിൽ തന്നെയുണ്ട് ഡബിൾ കമ്പാരിറ്റീവ്സ് എന്ന്. അതായത് രണ്ട് കമ്പാരിസൺ ഉണ്ടാവും. അതിൽ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി അടുത്ത ഇതിലും ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി തന്നെയായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാകും.
ദ സൂണർ യു സ്റ്റാർട്ട്. ദ സൂണർ എന്നുള്ളതാണ് ഒരു കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. ദ ഏർലിയർ യു വിൽ റീച്ച്. ഇതിൽ ഈ ഒറ്റ സെൻറ്റൻസ് 2 കമ്പാരിറ്റീവ് ആണ്. ദ സൂണർ യു സ്റ്റാർട്ട്, ദ ഏർലിയർ യു വിൽ റീച്ച്. ദ സൂണർ യു സ്റ്റാർട്ട്, ദ സൂണർ എന്നുള്ളതാണ് ഒരു കമ്പാരിറ്റീവ്. ദ ഏർലി യു വിൽ റീച്ച്, അതാണ് ദ ഏർലിയർ എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്പാരിറ്റീവ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ദ മോർ ഹി എക്സ്പ്ലെയിൻ, ദ ലെസ് ദേ അണ്ടർസ്റ്റാൻഡ്. ദ മോർ എന്നുള്ള വാക്കാണ് ആദ്യത്തെ കമ്പാരിറ്റീവ്. അടുത്തത് ദ ലെസ് എന്നുള്ളതാണ് രണ്ടാമത്തെ കമ്പാരിറ്റീവ്. ഇതാണ് ഡബിൾ കമ്പാരിറ്റീവ്സ്.